ഓടുന്നതിനിടെ ഔദ്യോഗിക വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ചതിൽ അട്ടിമറി സംശയിച്ച് മന്ത്രി സജി ചെറിയാൻ. അപകടം നടന്ന സമയത്ത് ടയറിന്റെ ബോൾട്ട് ഉണ്ടായിരുന്നു, എന്നാൽ നട്ട് ഉണ്ടായിരുന്നില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. മെക്കാനിക്കൽ പ്രോബ്ലം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ വണ്ടി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലിടാറില്ല. രാത്രി ചെങ്ങന്നൂർ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി വണ്ടി ഇട്ടിരുന്നു. എൻ്റെ കൂടെയുള്ള പോലീസുകാരും കണ്ടവരും പറഞ്ഞതുകൊണ്ട് എനിക്കൊരു സംശയം, ഇതിൻ്റെ നട്ട് മാത്രമില്ല, പക്ഷേ ബോൾട്ടുണ്ട്. അപ്പോൾ നട്ട് ഊരിപ്പോയിട്ട് ഈ നട്ട് ബോൾട്ട് അവിടെ അതേ തന്നെ നിൽപ്പുണ്ട്, വണ്ടിയിലുണ്ട്. വീല് മാത്രം ഊരിപ്പോയി. അപ്പോൾ അങ്ങനെ ഊരുമോ എന്നുള്ള എൻ്റെ സംശയം. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അന്വേഷിക്കട്ടെ. VP സഫ്വാൻ വിവരങ്ങൾ നൽകും. സഫ്വാൻ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് മന്ത്രിയുടെ സംശയങ്ങൾ? ദിവ്യ, ആദ്യം മാധ്യമപ്രവർത്തകരുടെ ഈ ചോദ്യത്തിന് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തമാശ രൂപേണയാണ് മന്ത്രി ചോദ്യത്തെ നേരിട്ടത്. അതിനിടയിലാണ് ഇങ്ങനൊരു സംശയം മന്ത്രി പ്രകടിപ്പിക്കുന്നത്. തന്റെ വാഹനം ഗസ്റ്റ് ഹൗസിലാണ് ഇട്ടിരുന്നത്. വാഹനം വീട്ടിലൊരിക്കലും താൻ പാർക്ക് ചെയ്യാറില്ല. അപകടം നടന്ന സമയത്ത് ഈ ടയറിന്റെ ഭാഗത്ത് ബോൾട്ട് ഉണ്ടായിരുന്നു, എന്നാൽ നെറ്റ് ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യമാണ് മന്ത്രി സജി ചെറിയാന് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ ചോദിക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഭവം ഏതായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നും മന്ത്രി പറയുന്നുണ്ട്. ഇന്ന് വാമനപുരത്ത് വെച്ചായിരുന്നു മന്ത്രിയുടെ കാറിന്റെ പിന്നിലെ ടയർ ഊരിത്തെറിച്ച് അപകടം സംഭവിച്ചത്. വാഹനം വേഗം നിർത്തിയത് മൂലം വലിയ അപകടമാണ് ഒഴിവാക്കിയത്. എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ളത് പോലീസും പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മന്ത്രി ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. ദിവ്യ.